അപ്പൊ നമ്മളൊരു ട്രയാങ്കിളിനകത്തുള്ള ഡിഫറെന്റ് സെന്റേഴ്സ് അല്ലെ ഡിഫറെന്റ് പോയിന്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള സെൻട്രോയിഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ എന്നാ പറയുന്നത്, സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്നതാ ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കുള്ള ലൈനാണ് എന്ത് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സെൻട്രോയിഡ് ജി ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്, സെൻട്രോയിഡ് ജി. അപ്പൊ എന്താണ് സെൻട്രോയിഡ്, അതൊരു ട്രയാങ്കിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും, എന്താണ് മീഡിയൻ, അത് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയും എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് സെൻട്രോയിഡ്, അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് സർക്കം സെന്റർ. സർക്കം സെന്റർ നമ്മൾ സർക്കംഫറൻസ് എന്നൊരു ടേം കേട്ടിട്ടുണ്ട് അല്ലേ, ജോമെട്രിയിൽ നമ്മൾ സർക്കംഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. എന്താ സർക്കംഫറൻസ്, ഒരു സർക്കിളിന്റെ ചുറ്റളവിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സർക്കം സെന്റർ എന്തായിരിക്കും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിളില് ഇപ്പൊ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ അതെങ്ങനെ വരും നിങ്ങൾക്ക് അറിയാം. ഈ ട്രയാങ്കിളിന്റെ 3 പെർപെൻഡിക്കുലേഴ്സ് ഇല്ലേ, 3 സൈഡിൽ നിന്നുള്ള 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്നാ പറയുന്നത്, സർക്കം സെന്റർ O ആയിട്ട് വരുന്നത്. അപ്പൊ സർക്കം സെന്റർ എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് അറ്റ് എ പോയിന്റ്. എന്താണ് സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഒന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, സർക്കം സെന്റർ. അപ്പൊ ഇതിന്റെ ഈ സർക്കം സെന്റർ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിനും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും എങ്ങോട്ട്, ഈ പറയുന്ന സർക്കം സെന്ററിലേക്ക്. ഇവിടെ സർക്കം സെന്റർ O ആയിരുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസുകളെല്ലാം എന്താ, സെയിം ആണ്, അത് ക്യാപിറ്റൽ R. ഇതേ അപ്പൊ നോക്കിയേ, ഈ പറയുന്ന 3 വെർട്ടെക്സിന് ഈ ഓയിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഈ O സെന്റർ ആയിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാമല്ലോ. O സെന്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്, സർക്കിൾ വിത്ത് സെന്റർ ആസ് O. സർക്കിളിന്റെ സെന്റർ O. അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, എ സർക്കിൾ വിത്ത് സെന്റർ O ആൻഡ് റേഡിയസ് capital R is drawn, is known as circumcircle. അപ്പോ സെന്ററും ക്യാപിറ്റൽ ആർ റേഡിയസ്, ഇവിടെ ക്യാപിറ്റൽ ആർ തന്നെയാണ് റേഡിയസ്, സ്മോളർ എടുക്കില്ല. എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇവിടെ എന്താ, ക്യാപിറ്റൽ ആർ റേഡിയസും O സെന്ററും ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിനെയാണ് എന്നാ പറയുന്നത്, സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത്, സർക്കം സെന്റർ കൊണ്ടുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ എന്താ ഇവിടെ നോക്കി, നമുക്കൊരു ട്രയാങ്കിൾ ABC, ഇവിടെ O is the സർക്കം സെന്റർ, O സർക്കം സെന്റർ ആണെങ്കിൽ ആംഗിൾ BOC ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ A. എന്താ പറഞ്ഞ, O എന്ന് പറയുന്ന സർക്കം സെന്റർ ആണെങ്കിൽ ആംഗിൾ BOC എന്ന് പറഞ്ഞ എന്താ, ട്വൈസ് ആംഗിൾ A ആയിരിക്കും. അതേ കണക്ക് ആംഗിൾ AOB എന്ന് പറയുന്നത് ട്വൈസ് ആംഗിൾ C ആയിരിക്കും. അതേ കണക്ക് ആംഗിൾ AOC എന്ന് പറയുന്നത് ട്വൈസ് ആംഗിൾ BO ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ വരുന്ന ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും എന്ത്, നമുക്ക് സർക്കം സെന്ററിലെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് A ആണ്, അപ്പൊ ഇത് 2A ആവണം, ഇത് 2A ആയി. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ ABC ആംഗിൾ ആയി, അപ്പൊ ഇതെന്താ 2A ആണ്. അപ്പൊ ഇവിടെ OD എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ആൻഡ് ആംഗുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ആൻഡ് ആംഗുലർ ബൈസെക്ടർ, OD is പെർപെൻഡിക്കുലർ ആൻഡ് ആംഗുലർ ബൈസെക്ടർ. ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആണ്, ODക്കാണ് പെർപെൻഡിക്കുലർ ടു BC ആൻഡ് ആംഗുലർ ബൈസെക്ടർ ആണ്. അങ്ങനെ ഇതാ നോക്കേ, ഇവിടെ ട്രയാങ്കിൾ BOD, ഈ OBയും OCയും ക്യാപിറ്റൽ ആർ എന്നായിരിക്കുമല്ലോ സർക്കം റേഡിയസ്. സൈൻ എന്ത് വരും, ഇൻ ട്രയാങ്കിൾ BOD സൈൻ എന്ത് വരും അല്ലേ, അതായത് A/2R അല്ലേ. അപ്പം A/sin A ഈക്വൽ ടു B/sin B ഈക്വൽ ടു C/sin C ഈക്വൽ ടു 2R എന്ന് എഴുതിക്കൂടെ. A/sin A ഈക്വൽ ടു, ഇവിടെ നമുക്ക് A/sin A ഈക്വൽ ടു 2R എന്നല്ലേ വരുന്നത്.
ഈ റിലേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ സൈൻ റൂൾ ഇതായിരുന്നു അല്ലേ? നമ്മുടെ സൈൻ റൂൾ ഇതായിരുന്നു. അവിടെ എന്താ പറയുന്നത്? എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ ആണ്. ആ കെ ഈക്വൽ ടു എന്താ? 2r ആണ്. ആ കെ ഈക്വൽ ടു 2r ആയി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് സൈൻ എ ഈക്വൽ ടു എ ബൈ 2r എഴുതിയിട്ടുണ്ട് അല്ലേ? സൈൻ എ ഈക്വൽ ടു എ ബൈ 2r എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ അല്ലേ? ഇങ്ങനെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സൈൻ എ ഈക്വൽ ടു എന്തോന്ന് എഴുതാം? സൈൻ എ ഈക്വൽ ടു ട്വൈസ് ഏരിയ ബൈ ബി സി. ഇവിടെ സൈൻ എന്താ വരുന്നത്? എ ബൈ 2r. അപ്പൊ എ ബൈ 2r ഈക്വൽ ടു ട്വൈസ് ഏരിയ ബൈ ബി സി എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇവിടുന്ന് ആറിന്റെ റിലേഷൻ നമുക്ക് എഴുതാം. ആറിനുള്ള ഒരു ഇക്വേഷൻ എഴുതാം. എന്ത്? എ ബി സി ഈക്വൽ ടു 4 ടൈംസ് ഏരിയ ഇൻറ്റു ആർ. അതിനകത്ത് ഇതാണ് നമ്മൾ ഈ സർക്കിളിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് റിലേഷൻ. സർക്കം റേഡിയസ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എ ബി സി ബൈ 4 ടൈംസ് ഏരിയ. സർക്കം റേഡിയസ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എ ബി സി ബൈ 4 ടൈംസ് ഏരിയ. അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത്? സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രയാങ്കിളിന്റെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, 3 സൈഡിന്റെയും കൂടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? സർക്കം സർക്കിൾ അല്ലെങ്കിൽ സർക്കം സെന്റർ വരുന്നത്. സർക്കം സെന്ററിനെ വെച്ച് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആർ. അതാണ് സർക്കം റേഡിയസ്. അപ്പൊ ആ സർക്കിളിന്റെ ഈ ആംഗിൾ എ ആണെങ്കിൽ ഇവിടെ ട്വൈസ് ആയിരിക്കും. പിന്നെ സർക്കം റേഡിയസ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എ ബി സി ബൈ 4 ടൈംസ് ഏരിയ എന്നുള്ള റിലേഷൻ പഠിച്ചു. അപ്പൊ ഇത്രയാണ് എന്ത്? സർക്കം സർക്കിൾ കൊണ്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ 2 സെന്റേഴ്സ് പറഞ്ഞില്ലേ? സെൻട്രോയിഡും പറഞ്ഞു, സർക്കം സെന്ററും പറഞ്ഞു. അപ്പൊ അടുത്ത മൂന്നാമത്തെ സെന്റർ ആണ് ഇൻസെന്റർ. അതെന്തായിരിക്കും നോക്കാം. അപ്പൊ നമ്മള് സർക്കം സെന്റർ പറഞ്ഞത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 3 ആംഗിൾ ബൈസെക്ടേഴ്സ്. ഒരു ട്രയാങ്കിള് അതിന്റെ 3 ആംഗിൾ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഈ ട്രയാങ്കിൾ എ ബി സി 3 ആംഗിൾ, ഈ 3 ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ഇൻസെന്റർ ആയി. നേരത്തെ എന്തായിരുന്നു? സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ ഈ 3 പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്നതിന് സർക്കം സെന്റർ. ഇതായിരുന്നു സർക്കം സെന്റർ. ഇതെന്താ? ആംഗുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്നത്. അത് ഇൻസെന്റർ. അപ്പൊ ഇവിടെ ഇത് എന്തിന് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു? വെർട്ടെക്സിന് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ അപ്പോഴോ സൈഡ്സിന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ എവിടുന്നാണ്? എല്ലാ സൈഡ്സിനും ഈക്വൽ ഡിസ്റ്റൻസ്. ആ ഈക്വൽ ഡിസ്റ്റൻസിനെ നമ്മൾ R എന്ന് പറയും. 3 സൈഡ്സിനും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. 3 സൈഡ്സിനും ഈക്വൽ ഡിസ്റ്റൻസ്. അപ്പൊ ഈ സൈഡ് റേഡിയസ് ആയിട്ട് വെച്ച് നമുക്കൊരു സർക്കിൾ വരയ്ക്കാമല്ലോ. സൈഡ് റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇൻ റേഡിയസ്, ഇൻ സർക്കിൾ റേഡിയസ് സ്മോൾ ആർ ആണ് ഇൻ റേഡിയസ്. സെന്റർ ക്യാപിറ്റൽ ഐ. അപ്പൊ നമുക്ക് ഇൻ സെന്റർ ക്യാപിറ്റൽ ഐ റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, അതിന്റെ റേഡിയസ് എന്താണ്? സ്മോൾ ആർ ആണ് ഇൻ റേഡിയസ്. അപ്പൊ ഇനി നേരത്തെ കണക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കാം. നമുക്കപ്പോ നമ്മൾ അവിടെ സർക്കം സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആംഗിൾ എന്തായിരുന്നു? ഇതിപ്പം സർക്കം സർക്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ 2a ആയിരുന്നല്ലേ? ഇവിടെ അതെങ്ങനെയാന്ന് നോക്കാം. നമുക്കിവിടെ ഇൻ സർക്കിൾ ആണ്, ഐ ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? b/2. ഇത് c/2 ആയിരിക്കും അല്ലേ? എന്താ ഇൻ സെന്റർ എന്ന് പറഞ്ഞാൽ ആംഗുലർ ബൈസെക്ടേഴ്സിന്റെ മീറ്റ് ചെയ്യുന്നതല്ലേ? അപ്പൊ ഈ 2 ആംഗുലർ ബൈസെക്ടറിന്റെ മീറ്റ് ചെയ്യുന്നതല്ലേ ഇത്? അപ്പൊ ഇതെന്താ? c/2 ആയി. അപ്പൊ ആംഗിൾ BIC ഈക്വൽ ടു 180 മൈനസ് b/2 പ്ലസ് c/2. അതിനെ b പ്ലസ് c/2 എന്ന് എഴുതാമല്ലോ. b പ്ലസ് c/2. ഇനി നമുക്ക് a പ്ലസ് b പ്ലസ് c എന്താ? 180 ആണല്ലേ? അപ്പൊ b പ്ലസ് c എന്ത് വരും? 180 മൈനസ് a. ഇതിന് പകരം എന്ത് എഴുതാം? 180 മൈനസ് a/2.
അപ്പൊ 180 മൈനസ് 90 പ്ലസ് ആംഗിൾ A/2 ഇങ്ങനെയല്ലേ വരുന്നത്. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ, ഇതെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 180/2 90, അപ്പൊ 90 മൈനസ് A/2 വരുന്ന അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 90 പ്ലസ് ആംഗിൾ A/2 അതാണ് എന്ത് ആംഗിൾ BIC എന്ന് പറയുന്നത്. ആംഗിൾ BIC എന്ന് പറയുന്നത് എന്താ 90 പ്ലസ് ആംഗിൾ A/2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾ BIC ഈക്വൽ ടു 90 പ്ലസ് ആംഗിൾ A/2. ഇവിടെ BO ആയിരുന്നു, സർക്കം സെന്റർ ആയിരുന്നെങ്കിലോ 2A ആയിരുന്നു അല്ലേ. ഇവിടെ സർക്കം സെന്റർ ആയിരുന്നെങ്കിൽ 2A ആയിരുന്നു, ഇൻ സെന്റർ ആയപ്പോ ഇവിടെ 90 പ്ലസ് A/2 വന്നു. ഇനി അപ്പൊ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ, കുറച്ചേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ത് വരും? ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയ എടുത്ത് കൂട്ടിയാ പോരെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ AIB പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BIC പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CIA. ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാലോ. ഹൈറ്റ് ഉണ്ട്, ബേസ് ഉണ്ട്. അപ്പൊ എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു AR പ്ലസ് ഹാഫ് ഇൻറ്റു BR പ്ലസ് ഹാഫ് CR. അപ്പൊ ഇതിനകത്തുനിന്ന് ഹാഫ് A കോമൺ എടുത്താൽ, അല്ല 6 കോമൺ എടുക്കാം. 6 കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും? A പ്ലസ് B പ്ലസ് C/2 എന്നല്ലേ അല്ലേ. A പ്ലസ് B പ്ലസ് C/2 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പൊ ഏരിയ ഈക്വൽ ടു എന്താ വരും? R.S. എസ് എന്താ? സെമി പെരിമീറ്റർ. അപ്പൊ ഇവിടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു R.S ഉം നമ്മൾ മറ്റേ സർക്കം സെന്ററിനകത്ത് ഏരിയ ആയിട്ടുള്ള റിലേഷൻ ക്യാപിറ്റൽ R ഈക്വൽ ടു ABC/4 ഏരിയ. ഇവിടെ എന്ത് എഴുതാം? R ഈക്വൽ ടു ഏരിയ ബൈ എസ് അല്ലേ. അപ്പൊ ഈ 2 റിലേഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻസെന്റർ വരുന്നത്. അപ്പൊ ഇൻസെന്റർ എന്താ സംഭവം? ഇൻസെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ഇൻസെന്റർ എന്ന് പറയുന്നത്. സർക്കം സെന്ററോ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 സെന്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞല്ലേ. ഏതൊക്കെയാ? സെൻട്രോയിഡ് പറഞ്ഞു, സർക്കം സെന്റർ പറഞ്ഞു, ഇൻസെന്റർ പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത 4ാമത്തെ സെന്റർ ആയിട്ട് വരുന്നതാണ് ഓർത്തോ സെന്റർ. ഓർത്തോ സെന്റർ അതൊന്നും വലിയ കാര്യങ്ങളില്ല. ആദ്യത്തെ 3 ആയിരുന്നു. ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ഓൾട്ടിറ്റ്യൂഡ്സ്. ഒരു ട്രയാങ്കിളിന്റെ 3 ഓൾട്ടിറ്റ്യൂഡുകളെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്തായിട്ട് വരുന്നത്? ഈ പറയുന്ന ഓർത്തോ സെന്റർ. അപ്പൊ ഒരു ട്രയാങ്കിൾ ഇതെല്ലാം അതിന്റെ ആദ്യത്തെ ഓൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. നമുക്ക് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ 3 ഓൾട്ടിറ്റ്യൂഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? നമ്മുടെ ഓർത്തോ സെന്റർ. അപ്പൊ ഇനി നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. നേരത്തെ കണക്ക് ആംഗിൾ കണ്ടുപിടിക്കണം, അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ആംഗിൾ BOC കണ്ടുപിടിക്കണം. ആംഗിൾ BOC എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കേ, ഇൻ ട്രയാങ്കിൾ ഞാൻ ഈ 2 ട്രയാങ്കിൾ നമുക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ആംഗിളും അറിയാമെങ്കിൽ 180 മൈനസ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നോക്കാം. DEF ഓടിക്കാൻ DEF. അപ്പം AD BE CF ആണ് ഓൾട്ടിറ്റ്യൂഡ്സ്. അപ്പൊ ഇൻ ട്രയാങ്കിൾ ഏതാ? BCF ഈ ട്രയാങ്കിളില് നമുക്ക് ഇത് ആംഗിൾ B അല്ലേ. BCF ഇത് ആംഗിൾ B ആണ്. ആംഗിൾ BCF എന്ത് വരും? ഇത് ആംഗിൾ B, ഇത് 90. അപ്പൊ 180 മൈനസ് 90 പ്ലസ് ആംഗിൾ B അല്ലേ. അതേ കണക്ക് ഇൻ ട്രയാങ്കിൾ CBE ആംഗിൾ CBE എന്ത് വരും? 180 മൈനസ് നോക്കിയ CBE ഇത് ആംഗിൾ C ആണ്, ഇത് 90 ആണ്. അപ്പൊ ആംഗിൾ CBE എന്ത് വരും? 180 മൈനസ് 90 പ്ലസ് ആംഗിൾ C അല്ലേ. അപ്പൊ നമുക്ക് ഇതാ ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി അല്ലേ. ഇത് നോക്കേ, ആംഗിൾ BCF അതായത് ഈ ആംഗിൾ, അതാണ് ആംഗിൾ CBE ഈ ആംഗിൾ. അപ്പൊ ഈ 2 ആംഗിൾ ഉണ്ട്. ഈ 180 ഇതൊരു ട്രയാംഗിൾ അല്ലേ.
ട്രയാങ്കിൾ BOC ആംഗിൾ BOC പ്ലസ് ആംഗിൾ CBE പ്ലസ് ആംഗിൾ BCBE പ്ലസ് ആംഗിൾ BCF ഈക്വൽ ടു 180 അല്ലേ? ഇത് ഈ ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിളിന്റെ സം. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പൊ ആംഗിൾ BOC ഈക്വൽ ടു 180 മൈനസ്, ഇത് നമുക്ക് എന്ത് എഴുതാം? 90 മൈനസ് ആംഗിൾ B എന്ന് എഴുതിക്കൂടെ? ഇതും 90 മൈനസ് ആംഗിൾ C അല്ലേ? ഇങ്ങനെ വരത്തില്ലേ? ആംഗിൾ, ഈ രണ്ട് ആംഗിൾ 90 മൈനസ് ആംഗിൾ B, 90 മൈനസ് ആംഗിൾ C ആണ്. അപ്പൊ മൈനസ് 90 180, ഈ 180 ആയിട്ട് പോയി. ഈ മൈനസ് ബാക്കി എന്താ? ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ C. അപ്പൊ എന്താ? ആംഗിൾ BOC എന്ന് പറയുന്നത് ആംഗിൾ B പ്ലസ് C. ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ C. നമുക്ക് ഇതിന് ആംഗിൾ എയുടെ ടേംസ് എഴുതാനോ? 180 മൈനസ് ആംഗിൾ എന്ന് എഴുതിയാൽ പോരെ? ആംഗിൾ A പ്ലസ് B പ്ലസ് C 180 ആണ്. അപ്പൊ ഇത് 180 മൈനസ് ആംഗിൾ A, ആംഗിൾ BOC എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ A. അപ്പൊ ഇവിടെ എന്താണ് വന്നത്? ഓൾട്ടിറ്റ്യൂഡ്. ഓർത്തോ സെന്റർ ആകുമ്പോൾ ആംഗിൾ BOC എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ A ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഓർത്തോ സെന്റർ. ഇനി ഒരു സെന്ററും കൂടെ ഉണ്ട്, അഞ്ചാമത്തെ സെന്റർ, എക്സ് സെന്റർ. അഞ്ചാമത്തെ എന്താ വരുന്നത്? എക്സ് സെന്റർ. അതിന് നമുക്ക് സെന്റേഴ്സ് ഇന്നേ സർക്കിൾ തീരും. ഇനി അതിന്റെ പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി. അപ്പൊ അടുത്ത അഞ്ചാമത്തെ എക്സ് സെന്റർ. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടേഴ്സ് നോക്കാം നമുക്ക്. ഒരു ട്രയാങ്കിൾ ABC ന്റെ രണ്ട് എക്സ്റ്റീരിയർ ബൈസെക്ടേഴ്സ് മീറ്റ് അറ്റ് പോയിന്റ് P. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ BPC കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ആംഗിൾ BPC കണ്ടുപിടിക്കണം. നമുക്ക് ഈ ആംഗിൾ എത്ര വരും? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ബേസിക് പ്രോപ്പർട്ടി പഠിച്ചപ്പോ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ ഈ ആംഗിൾ എത്ര വരും? A പ്ലസ് C വരും അല്ലേ? ഇത് ഫുള്ള് A പ്ലസ് C വരും. ഇത് ഫുള്ള് B പ്ലസ് Aയും വരും അല്ലേ? ഇവിടെ BPയും CP എന്താ? ബൈസെക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് ബൈ 2 അല്ലേ? ഇതും ബൈ 2 അല്ലേ? രണ്ട് ഈക്വൽ ഹാഫ് ആണല്ലോ. അപ്പൊ ആംഗിൾ BPC എന്ന് പറഞ്ഞ എന്താ? ഇതൊരു ട്രയാങ്കിൾ ആണ്. 180 മൈനസ് A പ്ലസ് B പ്ലസ് C ബൈ 2 പ്ലസ് A ബൈ 2 അല്ലേ? അപ്പൊ A പ്ലസ് B പ്ലസ് C ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 90 ആണല്ലേ? A പ്ലസ് B പ്ലസ് C 180 ആണ്. അപ്പൊ 90 ബൈ 2 180 ബൈ 2 90. 90 മൈനസ് A ബൈ 2 വരും. 90 മൈനസ് A ബൈ 2 വരും. അപ്പൊ ഇത്രയാണ് നമുക്ക് സെന്റേഴ്സ് ഇൻ എ ട്രയാങ്കിൾ വരുന്നത്. അപ്പൊ സെന്റേഴ്സ് ഇൻ എ ട്രയാങ്കിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് 5 സെന്റേഴ്സ് ആണ് ഉള്ളത്. അതിനകത്ത് ആദ്യത്തെ സെൻട്രോയിഡ്, രണ്ടാമത്തെ സർക്കം സെന്റർ, മൂന്നാമത്തെ ഇൻ സെന്റർ, നാലാമത്തെ ഓർത്തോ സെന്റർ, അഞ്ചാമത്തെ എക്സ് സെന്റർ. അപ്പൊ ഇതിനകത്ത് ഓരോന്നും എന്തൊക്കെയാന്ന് പറഞ്ഞു. ആദ്യത്തെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ മീഡിയൻസ് മീറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്നത്, മൂന്നാമത്തെ ഇൻ സെന്റർ എന്ന് പറഞ്ഞാൽ ആംഗുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന, നാലാമത്തെ ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാലോ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന, അവസാനത്തെ അഞ്ചാമത്തെ എക്സ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡ്സിന്റെ എക്സ്റ്റീരിയർ ആംഗുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്നതായിരുന്നു. ഇതിനകത്ത് ആദ്യം പഠിച്ച മൂന്നെണ്ണമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ട്രയാങ്കിളിനകത്തുള്ള 5 സെന്റേഴ്സും പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകും, ഈ പോയിന്റുകളിൽ ഒരിടത്തായിരിക്കും. എങ്ങനെ ആയിരിക്കും? ഏകദേശം വരച്ചൊക്കെ വന്നപ്പോ എല്ലാം ഏകദേശം ഒരേ കണക്കൊക്കെ ഇരുന്നു. എങ്കിൽ ഇതെല്ലാം ഒരിടത്തായിരുന്ന ഏത് ട്രയാങ്കിളിലായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലാണ്. അവിടെ എന്താ? എല്ലാം ഒരിടത്ത് തന്നെ ആയിരിക്കും. എല്ലാ പോയിന്റുകളും ഒരിടത്തായിരിക്കും. പക്ഷെ അല്ലാത്ത പോയിന്റ് ട്രയാങ്കിളിൽ ബാക്കി ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ നമുക്കിവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർക്കം സെന്റർ ആൻഡ് ഇൻ സെന്റർ D ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് 2 ക്യാപിറ്റൽ R സ്മോൾ r. എന്താ ഇക്വേഷൻ? R എന്താ? സർക്കം റേഡിയസ്, സ്മോൾ r ഇൻ റേഡിയസ്. അപ്പൊ ക്യാപിറ്റൽ R സർക്കം റേഡിയസും സ്മോൾ r ഇൻ റേഡിയസും. അപ്പൊ അവിടെ അതാണ്
സർക്കം സെന്ററും ഇൻസെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2r ക്യാപിറ്റൽ ആർ. ഇനി ഒരു പോയിന്റും കൂടെ ഇതിനകത്ത് വരുന്നത്, നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ, ഇൻസെന്റർ, ഓർത്തോ സെന്റർ, സെൻട്രോയിഡ്, സർക്കം സെന്റർ. ഒരു ട്രയാങ്കിളിന്റെ 3 പോയിന്റുകളാണ് ഓർത്തോ സെന്റർ, സെൻട്രോയിഡ്, സർക്കം സെന്റർ. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ് ഡിവൈഡ്സ് ഓർത്തോ സെന്റർ ആൻഡ് സർക്കം സെന്റർ ഇൻ റേഷ്യോ 2:1. അതായത് ഇവിടെ OGC എന്ന് എഴുതിക്കും. അങ്ങനെ ആകുമ്പോൾ OG:GC എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അതായത് സെൻട്രോയിഡ് ഡിവൈഡ്സ് ലൈൻ ജോയിനിങ് ഓർത്തോ സെന്റർ ആൻഡ് സർക്കം സെന്റർ ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ അടുത്ത എന്താ പറഞ്ഞേ, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞ അടുത്ത പോയിന്റ് ആയിട്ട് സെൻട്രോയിഡ് ഡിവൈഡ്സ് ലൈൻ ജോയിനിങ് ഓർത്തോ സെന്റർ ആൻഡ് സർക്കം സെന്റർ ഇൻ റേഷ്യോ 2:1. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പാർട്ടിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ആണ്. അതിനകത്ത് ABയുടെയും ACയുടെയും ലെങ്ത് തന്നിട്ടുണ്ട്. AD എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സർക്കം റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. AB എത്ര? 9 സെന്റിമീറ്റർ. AC 4 തന്നിട്ടുണ്ട്. AD 3 തന്നിട്ടുണ്ട്. നമുക്കപ്പം ക്യാപിറ്റൽ ആർ, സർക്കം റേഡിയസ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എന്താ? ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ABC ബൈ 4 ടൈംസ് ഏരിയ അല്ലേ? ഇതാണ് നമുക്ക് അറിയാവുന്നത്. അല്ലെങ്കിൽ പിന്നെ സൈൻ ഒക്കെ വെച്ച് ചെയ്യണം. അങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം. നമുക്ക് ഇവിടെ ABC ബൈ 4 ടൈംസ് ഏരിയ നോക്കാം. ABC A ഉണ്ടോ? ഇല്ല. ബിയും സിയും ഉണ്ട്. ഇവിടെ A കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ? ആ ബേസ് തന്നെയല്ലേ ഈ A. അപ്പൊ നമുക്ക് മുകളിലെ ചാടിൽ A വരുന്ന കട്ട് ചെയ്ത് കളയാം. നമുക്ക് ചെയ്ത് നോക്കാം. A ഇൻറ്റു ബി എത്ര? 4 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഈ A രണ്ടും കട്ട് ചെയ്ത് കളയാലോ. 4ഉം 4ഉം പോയി, 3ഉം 9ഉം പോയി 3. അപ്പൊ ബാക്കി 3 ഇൻറ്റു 2 6 സെന്റിമീറ്റർ 6 വന്നു. കണ്ടേ, ഇത്രയും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിമ്പിൾ ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാവും. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ജോമെട്രി സിമ്പിൾ ആണ്. അഡ്വാൻസ് മാത്സ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ? ഒരു ട്രയാങ്കിൾ ABC, അവന്റെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ A 85 ഡിഗ്രി, ആംഗിൾ C 80 ഡിഗ്രി. അങ്ങനെ ആംഗിൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? O എന്ന് പറയുന്നത് സർക്കം സെന്റർ ആണ്. അങ്ങനെ ആംഗിൾ OAC ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? O എന്ന് പറയുന്നത് സർക്കം സെന്റർ ആണ്. ആംഗിൾ OAC ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ ആംഗിൾ 85, ഈ ആംഗിൾ 80. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? മൊത്തം ആംഗിളിന്റെ സം എത്ര? 180 വരണം. അപ്പൊ 80, 85, 165, ബാക്കി 15 ആണല്ലേ? അപ്പൊ ഈ ആംഗിൾ 15 വന്നു. ഇത് 15 വന്ന് ഇത് എത്ര വരും? 30 വരത്തില്ലേ? അല്ലേ? കാരണം നമുക്ക് അറിയാം O സർക്കം സെന്റർ ആണെങ്കിൽ ആംഗിൾ COA ഈക്വൽ ടു 2 ആംഗിൾ B ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കേട്ടിട്ടി. ഇനി നമുക്ക് OA ഈക്വൽ ടു OC അല്ലേ? കാരണം എന്താ? ക്യാപിറ്റൽ ആർ ആണല്ലേ? O സർക്കം സെന്റർ ആയതുകൊണ്ട് OA ഈക്വൽ ടു OC ആണ്. അപ്പൊ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെ ആകുമ്പോ ഈ രണ്ട് ആംഗിൾസ് എന്താ? സെയിം അല്ലേ? അപ്പൊ ഇൻ ട്രയാങ്കിൾ OAC ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OCA ആണ്. ഈ മൂന്ന് ആംഗിളിന്റെ കൂടെ സം എടുക്കാം. ആംഗിൾ AOC പ്ലസ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ OAC ഇതാണ് വേണ്ടത്. അത് രണ്ട് നമുക്ക് X എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സെയിം അല്ലേ? അപ്പൊ ആംഗിൾ OAC എത്ര? 30 പ്ലസ് 2 ആംഗിൾ OAC ഈക്വൽ ടു 180. അപ്പൊ 2 ആംഗിൾ OAC എന്ന് പറയുന്നത് 150, ആംഗിൾ OAC 75 ഡിഗ്രി. ഇല്ല, ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? അഡ്വാൻസ് മാത്സ് ജോമെട്രി നല്ല സിമ്പിൾ ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിൾ ABC, അതിനകത്ത് I ഇൻസെന്റർ എന്ന് പറയുന്നുണ്ട്. I എന്നതാണെന്ന് പറയുന്നുണ്ട്. I ഇൻസെന്റർ ആണ്. I ഇൻസെന്റർ. പിന്നെന്താ? ആംഗിൾ BIC നമുക്ക് തന്നിട്ടുണ്ട് 116 ഡിഗ്രി. ഫൈൻഡ്
ആംഗിൾ എ അല്ലേ? അപ്പൊ ഇൻസെന്റർ ആംഗിൾ ബി ഐ സി എന്ന് പറയുന്നത് എന്താ? 90 പ്ലസ് ആംഗിൾ എ ബൈ 2 ആണ്. ഇത് 116 ഈക്വൽ ടു 90 പ്ലസ് ആംഗിൾ എ ബൈ 2 വന്നാൽ 90 മൈനസ് 116 26 ഇൻറ്റു 2 54 വരും അല്ലേ? 52 വരും അല്ലേ ആംഗിള്? അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആണ് അല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 24, അതിന്റെ ഇൻ റേഡിയസ് സ്മോൾ ആർ എന്ന് പറയുന്നത് 7 ആണ്. ഇങ്ങനെ ഏരിയ ഈക്വൽ ടു എന്താ? ആർ ഡോട്ട് എസ് ആണ്. ആർ നമുക്കറിയാം 7 ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ ബൈ 2 ആണ്. അപ്പൊ ഇൻറ്റു 20, അപ്പൊ 84 വരും അല്ലേ? ഇത്ര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അഞ്ചാമത്തെ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെ റേഷ്യോ വന്നിട്ട് എത്ര? 5:7:8 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ സർക്കം റേഡിയസ് ടു ഇൻ റേഡിയസിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ എല്ലാ റേഷ്യോ ചോദിച്ചോണ്ട് നമുക്ക് സൈഡ്സ് 5, 7, 8 എന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എന്താ? ABC ബൈ 4 ടൈംസ് ഏരിയയും സ്മോൾ ആർ ഈക്വൽ ടു എന്താ? S ബൈ ഏരിയ ബൈ എസ് ആണ് അല്ലേ? ഏരിയ ബൈ എസ് ആണ്. ഏരിയ ഈക്വൽ ടു ആർ ഡോട്ട് എസ് അല്ലേ? അപ്പൊ ഇനി റേഷ്യോ എടുക്കാം. ആർ ബൈ ആർ ഈക്വൽ ടു ABC ബൈ 4 ടൈംസ് ഏരിയ ഇൻറ്റു, ഇവിടെ താഴെ ഏരിയ ആയിരിക്കുമല്ലോ, ഏരിയ മേളിൽ ഡോട്ട് എസ് വരും അല്ലേ? അപ്പൊ ഇവിടെ എസ് എന്താ? എസ് സെമി പെരിമീറ്റർ ആണ്. അപ്പൊ A പ്ലസ് B പ്ലസ് C ബൈ 2 ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര വരും? 7, 12, 20/2 10 വരും. ഇനി നമുക്ക് ഏരിയ എത്ര? ഏരിയ എന്ന് പറയുന്നത് നമുക്കിവിടെ ഹാഫ് ബി എച്ച് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏരിയ ഈക്വൽ ടു ഹീറോസ് മെത്തേഡ് വഴി റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. തൊട്ടിരിക്കട്ടെ. അപ്പൊ നമുക്കിവിടെ ഒരു ഏരിയ ആണ്. നമുക്കിവിടെ ഡിനോമിനേറ്റർ 2 ഏരിയ ഉണ്ട്. അപ്പൊ ഏരിയ ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ ഈ റൂട്ടം കളഞ്ഞാൽ മതിയല്ലോ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഏരിയ ആണ്. അപ്പൊ ആ റൂട്ട് കളഞ്ഞ് എഴുതിയാൽ മതി. എസ് ഇൻറ്റു എസ് മൈനസ് എ എത്ര? 5. എസ് മൈനസ് ബി എത്ര? 10 മൈനസ് 7 3. എസ് മൈനസ് സി എന്താ? 2. കട്ട് ചെയ്യാം. 10 ഉം 10 ഉം 5 ഉം 5 ഉം 4 ഇൻറ്റു 2 8. ബാക്കി 7/3. അപ്പൊ ഇതാണ് നമുക്ക് അവിടെ വരുന്ന റേഷ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സൈഡ്സും തന്നിട്ടുണ്ട് അല്ലെ? 8, 10, 12 3 സൈഡ്സും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡാ. നമുക്ക് ശ്രദ്ധിക്കുക, സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും ഏത് സൈഡിൽ നിന്നായിരിക്കും? ലാർജസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. അപ്പൊ സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് വിൽ ബി ഫ്രം സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് ലാർജസ്റ്റ് സൈഡ്. അപ്പൊ ലാർജസ്റ്റ് സൈഡ് വരുന്നതാണ് സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ ഇതെവിടെ എങ്ങനെയായിരിക്കും? ഇതായിരിക്കുമല്ലോ. ഇതായിരിക്കും നമുക്ക് എന്താ സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ്. അവിടെ എ സി അല്ലേ? ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കും? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ വെച്ച് ഇക്വേറ്റ് ചെയ്യാം. ഏരിയ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ കിട്ടുന്ന ഇതേ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ തന്നെ ആയിരിക്കുമല്ലോ. അവിടെ ഹൈറ്റ് എച്ച് ഇടുക ഇല്ലേ? ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ ഹാഫ് എസ് എത്ര വരും? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അതെന്ന് പറഞ്ഞാൽ 12, 8, 20, 10, 30/2 15 വന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 12 ഇൻറ്റു എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് 15 ആണ്. 15 മൈനസ് എ എന്ന് പറയുന്നത് 12 എടുക്കാം. അപ്പൊ 3 വരും. ബി എന്ന് പറയുന്ന 10 എടുത്ത 5 വരും. അടുത്ത 8 എടുത്ത 7 വരും അല്ലേ? നമുക്ക് ഇത് പുറത്തെടുത്തൂടെ? 3, 5, 15, 15. അപ്പൊ റൂട്ട് 7 എന്ന് എഴുതാലോ. ഇവിടെ 6 ആവും. അപ്പൊ 6h ഈക്വൽ ടു 15 റൂട്ട് 7 അല്ലേ? അപ്പൊ h ഈക്വൽ ടു 15 റൂട്ട് 7/6. അപ്പൊ അവിടെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ലാർജസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും സ്മോളസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും.
അതാണെങ്കിൽ സ്മോളസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും ലാർജസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് സെന്റേഴ്സിന്റെ ട്രയാങ്കിളും അതിന്റെ അത്യാവശ്യം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ്.